ഹോർത്തൂസിലെ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന ഈ ചർച്ചയിൽ എന്നെയും ജേക്കബ് എബ്രഹാമിനെയും ലിവിൻ രാജിനെയും ശ്രവിക്കാനെത്തിയിട്ടുള്ള എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ആദ്യം ഞങ്ങളുടേതായ ഒരു സ്വാഗതം ആശംസിക്കട്ടെ. കഥയുടെ കാണാപ്പുറങ്ങൾ എന്നുള്ള ഈ ടോപ്പിക്ക് ഞങ്ങൾക്ക് തന്നപ്പോൾ അതിൻ്റെ സംഘാടകരോട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് പ്ലോട്ട് എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങൾ പറയേണ്ട കാര്യം എന്നാണ്. അതായത് വായനക്കാരൻ വായിക്കുന്ന കഥയായാലും നോവലായാലും കവിതയിലും ആയാലും വായനക്കാരൻ കാണുന്നതും വായിക്കുന്നതുമായ കാര്യങ്ങളല്ലാതെ എന്തൊക്കെ എഴുത്തിൽ സംഭവിക്കുന്നു എന്നുള്ള കഥയുടെ പിന്നാമ്പുറത്തും മുന്നാമ്പുറത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുവാൻ ഈ വിഷയം നിർദ്ദേശിച്ച ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് ചില കാര്യങ്ങൾ ഒരു തോന്നൽ വന്നത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. ജേക്കബ്, ലിബിൻ, നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ കഥയുടെ കാണാപ്പുറങ്ങൾ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഏത് തരത്തിലുള്ള ഫിക്ഷൻ്റെയും ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെയും ഭാഗമായിട്ടുള്ള ഒരു പുസ്തകം രൂപപ്പെട്ട് വായനക്കാരൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യത്തെ അല്ലെങ്കിൽ പുസ്തകം എത്തിയ ശേഷമുള്ള കാര്യത്തെ എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു ബാഹ്യമായ അല്ലെങ്കിൽ ഭൗതികമായ കാണാപ്പുറം കഥയ്ക്കുണ്ട്. രണ്ട്, ആഭ്യന്തരമായ ഒരു കാണാപ്പുറം ഇതുണ്ട്. അപ്പോൾ ഈ ഭൗതികമായ കാണാപ്പുറത്തിൽ ആലോചിക്കുമ്പോൾ തോന്നുന്നത് ഏതാണ്ട് 10 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പ്ലോട്ട്, ഒരു തീം എങ്ങനെ രൂപപ്പെടുന്നു. രണ്ട്, അതിൻ്റെ ഒരു വൺ ലൈൻ റൈറ്റിംഗ്. പിന്നുള്ളത് ഈ കഥാഗാത്രം വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയ. പിന്നെ ഇതിൻ്റെ മാറ്റിയെഴുത്തുകൾ, അച്ചടി. ഒരാൾ ആദ്യം എഴുതുന്ന ഒരു ഫിക്ഷൻ അല്ല ഒരിക്കലും വായനക്കാരൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിനു മുമ്പ് ഒരുപാട് തവണ എഴുത്തുകാരൻ സ്വയം അതിന്മേൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്മേലുള്ള റീറൈറ്റിങ്ങുകൾ, പിന്നെ പേരിടൽ, പിന്നെ കവർ ഡിസൈൻ, പബ്ലിഷിംഗ്. ഇത്രയും ആകുമ്പോഴത്തേന് പുസ്തകം വായനക്കാരൻ്റെ കയ്യിൽ കിട്ടും. പക്ഷേ ഈ കാലത്ത്, നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പുസ്തകം കയ്യിൽ കിട്ടുന്നതോടുകൂടി വായനക്കാരൻ്റെ മുമ്പിൽ എത്തുന്നതോടുകൂടി എഴുത്തുകാരൻ്റെ പണി തീരുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എഴുത്തുകാർക്ക് അത് കഴിഞ്ഞാണ് പണി തുടങ്ങുന്നത്. അത് കഴിഞ്ഞുള്ള പ്രൊമോഷണൽ വർക്ക്സ്, റിവ്യൂസ്, കഥയുടെ പരിണാമങ്ങളായിട്ട് പറയാവുന്ന. ഇപ്പോൾ എഴുതി കഴിഞ്ഞ ഒരു കഥ അല്ലെ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കവിത വായിച്ച ഒരാൾ ഏറെക്കാലത്തിന് ശേഷം ആ എഴുത്തുകാരനെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ കാര്യം നാട്ടിൽ സംഭവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാരന് കിട്ടുന്ന ഒരനുഭവം. പിന്നെ നമ്മളെല്ലാം എപ്പോഴും പറയുന്ന പോലെ, പലരും പറയാൻ മടിക്കുന്ന പോലെ, പുരസ്കാരങ്ങളെ, വിവർത്തനങ്ങളെ, അതിനുവേണ്ടി എഴുത്തുകാരൻ നടത്തുന്ന കഠിനാധ്വാനങ്ങൾ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭൗതികമായ കാണാപ്പുറങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ആഭ്യന്തരമായ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ചർച്ചയുടെ ഒരു രണ്ടാം ഘട്ടത്തിൽ, ഈ ചർച്ചയെ 2 ഘട്ടമായിട്ട് മാറ്റിയാൽ രണ്ടാം ഘട്ടത്തിൽ പറയാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ഈ ആമുഖം വെച്ചുകൊണ്ട് ലിബിന് എന്താണ് ചേർക്കാനുള്ളത്? രാവിലെ നമ്മൾ കാഷ്വലായിട്ട് പറഞ്ഞപ്പോൾ ലിബിൻ ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. താങ്ക് യു ചേട്ടാ. ഒരു പുസ്തകം, ഒരുപക്ഷേ നിങ്ങൾക്കറിയാം, മലയാളത്തിൽ ഒരു മാസം ഇറങ്ങുന്ന ടൈറ്റിലുകളുടെ എണ്ണം എടുത്താൽ, അല്ലെങ്കിൽ ഒരു വർഷം ഇറങ്ങുന്ന ടൈറ്റിലുകളുടെ എണ്ണം എടുത്താൽ 20,000 തൊട്ട് 30,000 ടൈറ്റിലുകൾ, പുസ്തകങ്ങൾ മലയാളം മാർക്കറ്റിൽ വന്നിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരനാവാൻ കൊതിക്കുന്ന, അല്ലെങ്കിൽ ആദ്യ പുസ്തകം പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എങ്ങനെയാണ് ഒരു പുസ്തകം ഒരു പബ്ലിഷിംഗ് ഹൗസിന് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് എത്തിച്ച് അതെങ്ങനെ വിപണിയിൽ കൂടുതൽ ശ്രദ്ധയാക്കണമെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകുന്ന, പ്രത്യേകിച്ച് ലോക സാഹിത്യത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചേട്ടൻ സൂചിപ്പിച്ച എഡിറ്റിംഗ്, അല്ലെങ്കിൽ ലിറ്റററി എഡിറ്റർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തസ്തിക. മലയാളത്തിൽ ലിറ്റററി എഡിറ്റർ എന്ന് പറയുന്ന തസ്തിക ഒരു പബ്ലിഷിംഗ് ഹൗസും അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനും സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്
ഏറ്റവും ദുഃഖകരമായ സംഗതി. അല്ലെങ്കിൽ എഡിറ്റോറിയൽ സ്റ്റാഫ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിഷിംഗ് ഹൗസിലെ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടായിരിക്കാം എന്നതിനപ്പുറം ഈ പുസ്തകം എത്രത്തോളം മൂല്യവത്താണ്, ഈ പുസ്തകം ആവശ്യമുണ്ടോ, ഈ കാലഘട്ടത്തിന് ചേർന്ന ഭാഷയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റ് വിദേശ ഭാഷകളിൽ ലിറ്റററി എഡിറ്ററാണ്. ഇപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് വായിച്ച ജോൺ ഫൊസെ എന്ന് പറയുന്ന നോബൽ പ്രൈസ് കിട്ടിയ ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് അദ്ദേഹം സമ്മാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ എഡിറ്റർക്കും ഇതിൻ്റെ ഒരു പങ്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. മലയാളത്തിലെ ഒരു നോവലിസ്റ്റും ഏതെങ്കിലും പബ്ലിഷിംഗ് ഹൗസിലെ എഡിറ്റർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിറ്റററി എഡിറ്റർക്കോ ഒരു നോവൽ സമർപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. സാധാരണ സമർപ്പണം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ അച്ഛന്, അമ്മയ്ക്ക്, കുട്ടികൾക്ക്, അതുമല്ലെങ്കിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, അങ്ങനെയൊക്കെ നീണ്ടുപോകും. അപ്പോൾ ഈ ലിറ്റററി എഡിറ്ററുടെ ചുമതല എന്ന് പറയുന്നത് ഈ പുസ്തകം ഇറങ്ങണോ അല്ലെങ്കിൽ ഈ പുസ്തകം ഇറക്കണോ എന്ന് പബ്ലിഷിംഗ് ഹൗസും അല്ലെങ്കിൽ എഴുത്തുകാരനും തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഒരു മീഡിയേറ്റർ എന്നുള്ള രൂപത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഉദാഹരണത്തിന് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ശ്രീ OB വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവി എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രവി തസറാക്കിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? ആരുടെ പുസ്തകമാണെന്നറിയാമോ? രവി സാധാരണഗതിയിൽ ആന്തരിക സ്വത്വം തിരയുന്ന ഒരു കഥാപാത്രമായിട്ടാണല്ലോ ഈ നോവലിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പുസ്തകം നീലകണ്ഠൻ പരമാരയുടെ ഒരു കുറ്റാന്വേഷക നോവലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ OB വിജയൻ്റെ കഥാപാത്രം പോലും ഒരു പൈങ്കിളി സാഹിത്യം വായിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹമാണ് നമ്മൾ പറയുന്നത് ആന്തരിക സ്വത്വം തേടി നടക്കുന്ന രവിയാണ് എന്നുള്ളത്. ഇത് എഴുത്തുകാരൻ ഇതിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നല്ല ഒരു ലിറ്റററി എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ലിറ്റററി എഡിറ്റർ അന്ന് ചോദിച്ചാൽ ഇത് ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ എഴുത്തുകാരൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, എന്തിനാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്, ഇത് വായിക്കുന്ന ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ഞാൻ ഇതിനകത്ത് ചില ട്രിക്കുകൾ ഒളിപ്പിച്ച് വെക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ ഒരേ സമയം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇപ്പോൾ ഇതേ OB വിജയന് അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഇദ്ദേഹം വായിക്കാൻ എല്ലാം അവാർഡുകളും വാങ്ങിയതിന് ശേഷം ചെല്ലുമ്പോൾ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അങ്ങേക്ക് ഇനി എന്ത് അവാർഡാണ് വേണ്ടത്? അപ്പോൾ അദ്ദേഹം, ഈ പത്രക്കാരുടെ പ്രതീക്ഷിക്കുന്ന ഉത്തരം ജ്ഞാനപീഠം കിട്ടണമെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് എല്ലാ അവാർഡും കിട്ടി, പക്ഷേ എനിക്ക് മുട്ടത്തുവർക്കി അവാർഡ് മാത്രം കിട്ടിയില്ല. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുറകൾ എന്ന നോവലുകൾ പോലും വായിച്ചിരിക്കുന്നത് ഭൗതിക തലത്തിൽ ഉയർന്ന ഭൗതിക നിലവാരം പുലർത്തുന്ന ആളുകളാണ് എന്നുള്ള തോന്നൽ നോവലിസ്റ്റിന് പോലും ഉണ്ട്. അതായത് അതൊരു പോപ്പുലർ ഫിക്ഷൻ അല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇൻഡയറക്റ്റ്ലി നൽകുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മുട്ടത്തുവർക്കി ഫൗണ്ടേഷൻ ഇത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുട്ടത്തുവർക്കി അവാർഡ് കൊടുത്തു. അദ്ദേഹം ഇതേ അവാർഡ് മേടിക്കാൻ അദ്ദേഹം ചെല്ലില്ലെന്നാണ് ഫൗണ്ടേഷൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം പോയി ഈ അവാർഡ് വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴാണ് ഈ ഖസാക്കിൻ്റെ ഇതിഹാസം എല്ലാവരും വായിക്കുക എന്ന് എനിക്ക് ഒരു ആശ്വാസത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു നോവലിൻ്റെ ഭൗതിക നിലവാരം തീരുമാനിക്കുന്നത് എഴുത്തുകാരനല്ല, ഒരു പുസ്തകത്തിൻ്റെ പോപ്പുലാരിറ്റി നിർണ്ണയിക്കുന്നത് എഴുത്തുകാരനല്ല, മറിച്ച് ഇത് നിർണ്ണയിക്കുന്നത് ലിറ്റററി എഡിറ്റർ ആയിരിക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 പുസ്തകങ്ങൾ, ഞാൻ ആ പുസ്തകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുകയായിരുന്നു. അപ്പോൾ അതിലെ ഒരു കഥാപാത്രം, നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട, സോഷ്യൽ മീഡിയയിലൂടെ വിറ്റഴിക്കപ്പെട്ട 2 പുസ്തകങ്ങൾ. ഈ 2 പുസ്തകങ്ങൾ ഞാൻ ശ്രദ്ധയോടെ വായിച്ചപ്പം ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ പേജിൽ ഒരു തെറ്റുണ്ട്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, റെയിൽവേ ടിക്കറ്റിൻ്റെ നമ്പറുകളുടെ എണ്ണം എത്രയാണ് ഒരു സാധാരണക്കാരനറിയാം. പക്ഷേ ആ പുസ്തകത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്പർ തെറ്റാണ്. അതേപോലെ അതിലെ ഒരു കഥാപാത്രം ഒരു യാത്ര ചെയ്യുന്നുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബോഗി ആ ട്രെയിനിൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുസ്തകം വായിക്കുന്ന ഒരു ലിറ്റററി എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ ലിറ്റററി എഡിറ്റർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും, ഈ 2 പുസ്തകങ്ങളിലും ഇഷ്ടം പോലെ അക്ഷരത്തെറ്റുകളുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ തന്നെ പ്രൂഫ് റീഡിങ് നടത്തേണ്ട, എഴുത്തുകാരൻ തന്നെ കവർ നിശ്ചയിക്കേണ്ട. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് ഒരു കാര്യം അറിഞ്ഞതാണ്. അതായത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു പോപ്പുലർ പുസ്തകത്തിൻ്റെ കവർ തീരുമാനിച്ചത് അതിൻ്റെ എഴുത്തുകാരനാണ്, പബ്ലിഷിംഗ് ഹൗസ് അല്ല. കാരണം എഴുത്തുകാരൻ തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ച് ഏത് കവറാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുക എന്ന് തീരുമാനിച്ച് അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൻ്റെ കവർ നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം എഴുത്തുകാരൻ പ്രൂഫ് റീഡിംഗ് നടത്തുന്നു, ഒരേ സമയം എഴുത്തുകാരൻ കവർ നിശ്ചയിക്കുന്നു. അതുകൂടാതെ ഇനിയിപ്പോൾ അടുത്ത ഭാരിച്ച മുതൽ കൂടിയുണ്ട്. പുസ്തകം എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലിട്ട് നിങ്ങൾ തന്നെ റീൽ ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷിംഗ് ഹൗസിനെ വെച്ച് റീൽ ഉണ്ടാക്കി അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്ത് കൂട്ടുകാർ പുസ്തകം മേടിക്കുന്നുണ്ടോ എന്ന് വരെ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം എഴുത്തുകാരൻ്റെ തലയിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ഇനി
പുസ്തകം മേടിക്കുന്നുണ്ട് എന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. വായിച്ചിട്ടുണ്ടോ, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ചുമതല ചെയ്യുന്ന ലിറ്റററി എഡിറ്ററും കഥയുടെ കാണാപ്പുറത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായനക്കാരോട് ചെയ്യുന്ന ഒരു വലിയ നീതിയായിരിക്കും അതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ലിവിൻ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരായാലും പുതുതായിട്ട് എഴുതി തുടങ്ങിയവരായാലും ഒരു ക്രിയേറ്റീവ് വർക്ക് എന്നുള്ള രീതിയിൽ കഥയും കവിതയും നോവലും ചെയ്യാനെടുക്കുന്ന എഫർട്ടിൻ്റെ എത്രയോ മടങ്ങാണ് അതിൻ്റെ ക്രിയേറ്റീവ് അല്ലാത്ത വശത്തിന് വേണ്ടി മുടക്കുന്നത്. അത് ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ അവരുടെ പ്രതിഭയെ കൃത്യമായും ആഴത്തിലും അതിൻ്റെ കൂടുതൽ എന്താ പറയണ്ടേ ആ ക്രിയേറ്റീവായ രീതിയിലും പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്. അതോടൊപ്പം നേരത്തെ ലിവിൻ പറഞ്ഞതിലെ ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നു, ഒന്ന് ജേക്കബ് എബ്രഹാമിൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കണം തോന്നുന്നു. അതായത് നമ്മളിപ്പം ഒ വി വിജയൻ്റെ കാലത്തൊക്കെ ആ പ്രഭാവത്തിൽ ഒരുപക്ഷെ അധികമാരും ശ്രദ്ധിക്കാതെ പോയ എഴുത്തുകാരനാണ് മുട്ടത്ത് വർക്കി. കാരണം അന്ന് അദ്ദേഹത്തിനെ പൈങ്കിളി എഴുത്തുകാരൻ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാര അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ മുട്ടത്ത് വർക്കിയുടെ ഭാഷയും മുട്ടത്ത് വർക്കിയുടെ തലവും എന്തായിരുന്നു, അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭാഷാപരമായ സംഗതിയാണ് ഞാൻ പറയുന്നത്. ആ നിലവാരത്തിലാണ് ഇന്നിറങ്ങുന്ന പുസ്തകങ്ങളെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതൊരു മോശമായ രീതിയിലല്ല പറഞ്ഞത്. എഴുത്തുകാർ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി പാരായണക്ഷമതയാണ്. ഇപ്പോൾ ഒ വിജയൻ്റെ കാലത്തൊക്കെ എഴുത്തുകാരന് ഈ പാരായണക്ഷമത എന്ന് പറയുന്ന ഒരു വിഷയം അവരെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ എഴുത്തുകാരെ ഹോണ്ട് ചെയ്യുന്ന ഒരു വിഷയം പാരായണക്ഷമതയാണ്. നമ്മൾ എഴുതുന്ന പുസ്തകം കൂടുതൽ ആളുകൾ വായിക്കണം, കൂടുതൽ കോപ്പി വിറ്റഴിയണം, പബ്ലിഷർക്ക് സന്തോഷമാവണം, അടുത്ത എൻ്റെ പുസ്തകം ഇതേ പബ്ലിഷർ തന്നെ ഇറക്കണം. ഈ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് മലയാളത്തിലെ എഴുത്തുകാർ മാറുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അത് ഈ പറയുന്നത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഒ വിജയൻ്റെ പുസ്തകം ഇപ്പോഴും നമ്മളെടുത്ത് വായിക്കുന്നത് അതിൻ്റെ ആ ഡെപ്തും അതിൻ്റെ ബ്രില്യൻസും കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ കോപ്പി വിറ്റഴിയാൻ വേണ്ടിയിട്ട് എഴുത്തുകാരൻ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് എഴുത്തിൻ്റെ കൃതിയുടെ ബ്രില്യൻസിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ജേക്കബ് എബ്രഹാം ഒരുപക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന യുവ എഴുത്തുകാരൻ ജേക്കബ് കൂടുതലായിട്ട് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, കഥകൾ എഴുതുന്നുണ്ട്, വളരെയേറെ സജീവമാണ്, വായനക്കാരുമായിട്ട് നിത്യമായി സംവദിക്കുന്നുണ്ട്. ഈ ഭാഷാപരമായിട്ടുണ്ടായ മാറ്റം അത് ഒരു കാണാപ്പുറം തന്നെയാണ്. അതിനെക്കുറിച്ച് ജേക്കബിന് എന്ത് പറയാനുണ്ട് എന്ന് ഒന്നറിഞ്ഞാൽ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ വായനയിലെ കാര്യത്തിൽ നമുക്കറിയാം, വായനക്കാരെ നമുക്ക് വേണമെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് തിരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ 3 കോടിയിലധികം ജനങ്ങളുണ്ട് കേരളത്തിൽ. പക്ഷെ നമ്മൾ ഈ ശരിക്കുള്ള ഈ സാഹിത്യം പലപ്പോഴും ലക്ഷ്യം വെക്കുന്നത് വായനക്കാരായ ഒരു ക്രീമി ലെയറായ ഒരു വായനാ സമൂഹത്തെയാണ് പലപ്പോഴും. അത് 1 ലക്ഷമോ 2 ലക്ഷമോ വരുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തെയാണ് പലപ്പോഴും എല്ലാ എഴുത്തുകാരും, സീരിയസ് ആയ എഴുത്തുകാരെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഈ 2 ലക്ഷത്തിൽ വരുന്ന അല്ലെങ്കിൽ 1 ലക്ഷം വരുന്ന ക്രീമായിട്ടുള്ള വായനക്കാരെയാണ്. പക്ഷേ ഇതിനപ്പുറത്ത് ഉള്ള വായനക്കാരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ അടുത്ത കാലത്തുണ്ടായ കൃതികൾക്കുണ്ടായ, നമ്മൾ ഈ പരാമർശിച്ച 2 കൃതികൾക്കുണ്ടായ പോലെ കുതിച്ചു ചാട്ടം സംഭവിക്കുന്നത്. ഈ 2 ലക്ഷത്തിന് പുറത്താണ് മറ്റുള്ള വായനക്കാരുടെ വലിയൊരു യൂത്തിൻ്റെയും യുവാക്കളും യുവതികളും പുതിയ തലമുറയും ഒക്കെ ഈ 2 ലക്ഷത്തിന് പുറത്താണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്കറിയാം ഈ നമ്മുടെ ഭാഷയിലെ ഏറ്റവും വിൽക്കപ്പെട്ട സിനിമയായിപ്പെട്ട ആടുജീവിതം, ഈ ഇടയ്ക്ക് ബെന്യാമിൻ അത് പോസ്റ്റ് ഇട്ടിരുന്ന ഒരു 3 ലക്ഷത്തിനടുത്ത് 2 ലക്ഷത്തിനടുത്താണ് ആ കോപ്പികൾ പുസ്തകത്തിൻ്റെ വിറ്റ് തീർന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പോലും ഈ ഒരു വലിയൊരു ഭൂരിപക്ഷം വായനക്കാർ നമ്മുടെ വായനാ സമൂഹത്തിന് പുറത്താണ്. ഈ റേഡിയൻസിന് ഈ ഒരു റൊട്ടേഷന് പുറത്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ വായനക്കാരെ കൂടെ ഈ പുതിയ എഴുത്തുകാർക്ക് ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഭാഷയുടെയും നമ്മുടെ ഭാവനയുടെയും നോവൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കഥയെന്ന് പറയുന്ന പുതിയ കഥയെന്ന് പറയുന്ന സാഹിത്യ രൂപങ്ങളുടെയൊക്കെ കുതിച്ചുചാട്ടം സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും യൂറോപ്പിൽ ഇത് നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ സിഡ്നി ഷെൽഡനെയും ജെയിംസ് ഹാർഡ്ലി ചേസിനെയും ഒക്കെ വായിക്കുമ്പോൾ അതോടൊപ്പം തന്നെ അവിടെ സീരിയസ് ആയിട്ടുള്ള എഴുത്തുകാരുണ്ട്. തോമസ് ഹാർഡിയും ഒക്കെയുള്ള വലിയ സീരിയസ് ആയ എഴുത്തുകാർക്കൊപ്പം തന്നെ സിഡ്നി ഷെൽഡനും ഈ പറയുന്ന മറ്റെഴുത്തുകാരൊക്കെ തന്നെയും അവിടെ
ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ ഒരേപോലെ തന്നെ ഇറക്കപ്പെട്ടിരുന്നു. അപ്പം ഇപ്പം ഒരു ഷോപ്പിംഗ് മോളിൽ ചെല്ലുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് നമുക്ക് നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വൈവിധ്യം സാഹിത്യത്തിന് പുതിയ കാലത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഒരാൾക്ക് വായനയിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഒരു ലൈറ്റ് റീഡിങ്ങിന് പറ്റുന്ന ഒരു പുസ്തകമായിരിക്കും. ഒരു പുതിയ കുട്ടി, ഒരു +2കാരനായ കുട്ടിയോ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ചൂസ് ചെയ്യുന്ന ഉറപ്പായിട്ട് അവർക്ക് വായിക്കാൻ പറ്റുന്ന ലളിതമായൊരു പുസ്തകമാവും. അത് ചിലപ്പോൾ ബഷീറിൻ്റെ ആവാം, ആ കുട്ടിയുടെ IQ ലെവൽ വെച്ചായിരിക്കാം. അത് ചിലപ്പോൾ അത് ഈ പറയുന്ന ലളിതമായ രീതിയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാവാം. പക്ഷേ വായനാ സമൂഹം വളർത്തുക എന്നുള്ളത് ആണ് സാഹിത്യത്തിന് ഗുണകരമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറയും സാഹിത്യോത്സവങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം ഇതൊരു പലപ്പോഴും പലരും വിമർശനപരമായും വളരെ പോസിറ്റീവായും നെഗറ്റീവായും പറയാറുണ്ട്. നമ്മളെല്ലാവരും സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരാളെ, ഒരു സമൂഹത്തെ അത് ചലിപ്പിക്കാനായിട്ട് ഈ സാഹിത്യത്തിലേക്ക് ഇതിന് പ്രാധാന്യമുണ്ട്, സാഹിത്യമാണ് സമൂഹത്തെ ചലിപ്പിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം അതിന് പകരാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോപ്പുലർ സാഹിത്യം, ജനപ്രിയ സാഹിത്യ രചനകൾ കൂടുതൽ വായിക്കപ്പെടുമ്പോൾ, അപ്പോൾ ഈ അത്തരം പുസ്തകങ്ങളാണല്ലോ ഏറ്റവും ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ ആഘോഷിക്കപ്പെടുന്നതും നമ്മൾ കൊണ്ടാടപ്പെടുന്നതും. ആ സമയത്ത് ഇതിൽ നിന്ന് വേറൊരാൾക്ക് വേറൊരു കൃതിയിലേക്ക്, ഈ ജനപ്രിയമായ കൃതി വായിച്ചതിന് ശേഷം അയാളുടെ വായനാ നിലവാരം വർദ്ധിച്ച് അയാൾക്ക് വേറെ നല്ലൊരു കൃതിയിലേക്ക് കടന്നു പോകാനുള്ള അവസരം, പാത ഈ പുസ്തകം ഒരുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വലിയ വായനക്കാരിയും എഴുത്തുകാരിയായ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, മനോരമ ആഴ്ചപ്പതിപ്പ് വായിച്ചാണ് ഞാൻ വായനയിലേക്ക് വന്നതെന്ന്. ഞാനും അതുപോലെ തന്നെ, എൻ്റെ വീട് പത്തനംതിട്ടയിലെ ഒരു മലയോര പ്രദേശത്താണ്. അവിടെ നമുക്ക് കിട്ടുന്ന, ഞാൻ മനോരമ ആഴ്ചപ്പതിപ്പ്, എൻ്റെ അമ്മച്ചി സ്ഥിരമായിട്ട് മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ വായനക്കാരിയായിരുന്നു. അപ്പം ഈ ആഴ്ചപ്പതിപ്പ് ഞങ്ങളുടെ എല്ലാ ഇറങ്ങുന്ന ദിവസം ഒരു സൈക്കിളിൽ ഞാൻ പോയിട്ട് ഈ ആഴ്ചപ്പതിപ്പ് വാങ്ങും. അമ്മച്ചി വായിച്ച് തീരാനായിട്ട് ഞാൻ കാത്തിരിക്കും. എന്നിട്ട് ആ പുസ്തകം വായിക്കും. അതിലെ നിറഭംഗിയുള്ള, ത്രസിപ്പിക്കുന്ന രംഗങ്ങളുള്ള ആ കഥകൾ വായിച്ചു കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ പിന്നീട് എൻ്റെ ഒരു പ്രീ ഡിഗ്രി പ്രായത്തിൽ OV വിജയനിലേക്കും M മുകുന്ദനിലേക്കും കാക്കനാടനിലേക്കും നമ്മുടെ വായന ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, വളരുന്നത്. പിന്നീടാണ് നമ്മൾ വിശ്വസാഹിത്യം വേറെ ലോകത്തെ, ഇപ്പോൾ ഹാൻഗാങ്ങിൻ്റെ നോബൽ സമ്മാനം ഹാൻഗാങ് അടക്കമുള്ള അങ്ങനെയുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കും അവരുടെ പുസ്തകങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പം വായനയ്ക്ക് ഒരു ശൈശവ ദശയും അതിൻ്റെ ഒരു വളർച്ചാഘട്ടവും അതിൻ്റെ ഒരു പരിപൂർണമായ ആനന്ദത്തിലേക്ക് എത്തുന്ന ഒരു ഉയർന്ന തലവുമുണ്ട്. ഈ ഘട്ടങ്ങൾ സഞ്ചരിക്കാൻ ഓരോ ഘട്ടത്തിലും ഒരു വായനക്കാരന് അവൻ സഞ്ചരിക്കുന്ന പാതയുടെ ഓരോ ഘട്ടത്തിലും ഒരു തലം ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റും വായനയിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ജനപ്രിയ സാഹിത്യത്തെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലിബിൻ്റെ അഭിപ്രായം അറിയാൻ താല്പര്യം. ഞാൻ ഇതുമായിട്ട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. അടുത്ത കാലത്ത് ഞാൻ ഒരു മാസം മുമ്പ് റഷ്യയിൽ പോയിരുന്നു. അപ്പോൾ റഷ്യയിൽ അവിടുത്തെ യുവാക്കൾ റഷ്യൻ ഭാഷ മാത്രമേ അവർക്ക് വശമുള്ളൂ, അവർക്ക് ഇംഗ്ലീഷ് ഭാഷ വശമില്ല. അപ്പം ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് റഷ്യൻ യുവാക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവർ ഈ ഗാർഡിയൻ പോലെയുള്ള പത്രങ്ങൾ, പ്രത്യേകിച്ചും പ്രിൻ്റ് എഡിഷന് വളരെ പ്രാമുഖ്യമുള്ള ഗാർഡിയൻ പോലുള്ള പത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിലൊരു കോപ്പി കിട്ടി. അപ്പോൾ ഞാൻ അതിനകത്ത് മനസ്സിലായൊരു കാര്യം, നിങ്ങൾ നമ്മുടെ പത്രങ്ങളിലെ ചരമ വാർത്തകൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് തെങ്ങിൻപള്ളിയിൽ പരേതനായ നാരായണൻ നായരുടെ ഭാര്യ വത്സല 43 അന്തരിച്ചു, ഇങ്ങനെയായിരിക്കുമല്ലോ നമ്മുടെ ചരമ വാർത്ത. ഗാർഡിയൻ പത്രം ഒരു അപ്രസക്തനായ ഒരാളുടെ ചരമ വാർത്ത പോലും പബ്ലിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നലെ വരെ നായാട്ട് ഇഷ്ടപ്പെട്ടിരുന്ന മിസ്റ്റർ മില്ലർ നാളെ തൊട്ട് നായാട്ടിനില്ല. അപ്പോൾ പത്രങ്ങൾ ചെയ്യുന്നത് അവരുടെ ചരമക്കോളം പോലും, നിങ്ങൾ എത്ര പേര് ചരമക്കോളം വായിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ചരമക്കോളം വായിക്കുന്നവരുണ്ടോ? സാറ് വായിക്കുന്നുണ്ട്. പുറകിലൊക്കെ ഇഷ്ടം പോലെ. എന്തിനാണ് ചരമക്കോളം വായിക്കുന്നത്? സോ എന്തിനാ ചരമക്കോളം? ഫോർ വാട്ട് പർപ്പസ് യു ആർ? കാര്യങ്ങൾ അറിയാൻ. ഓക്കെ, പുറകെ നിൽക്കുന്നവർ ആളുകൾ എത്ര വയസ്സിലാണ് മരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓ ശരി. ഞാൻ പറഞ്ഞു വന്നത്, ചരമ വാർത്തകൾ പോലും ഗാർഡിയൻ പോലെയുള്ള പ്രോമിനൻറ്റ് ന്യൂസ് പേപ്പേഴ്സ് എങ്ങനെ ആളുകൾക്ക് ആകർഷകമായിട്ട് കൊടുക്കുക. ഇപ്പോൾ കേരളത്തിലാണ് അങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നതെങ്കിൽ ആ മരിച്ച ആളുടെ ബന്ധുക്കൾ പത്ര ഓഫീസിൽ കയറി തല്ലി തകർക്കുന്ന ഒരു കാലമായിരിക്കും. പക്ഷേ ഒരു ഇംഗ്ലീഷ് ദിനപത്രം അവരുടെ ചരമ വാർത്തകൾ പോലും ആളുകൾക്ക് വായിക്കാൻ തക്കവണ്ണം രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ നമ്മുടെ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ കൊലപാതകം, പീഡനം, മരണം, വാഹനാപകടം, എന്തൊരു ഡാർക്ക് പേജാണ്, മുഴുവൻ ഡാർക്കാണ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് പോസിറ്റീവ് വാർത്തകളൊക്കെ കൊടുത്ത് രാവിലെ തന്നെ വായിക്കുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവായ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് പത്രങ്ങൾ പോലും മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എഡിറ്റോറിയൽ പേജ്, പണ്ടൊക്കെയാണെങ്കിൽ എഡിറ്റോറിയൽ പേജ് നമ്മൾ പാസ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു പേജാണ്. ഇപ്പം റീൽസ് പോലെയായിരുന്നു പണ്ടത്തെ എഡിറ്റോറിയൽ, റീൽസ് സ്കിപ്പ് ചെയ്യുന്ന പോലെയാണ് എഡിറ്റോറിയൽ പേജ് പണ്ട് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പത്രങ്ങൾ പോലും ആളുകളെ പിടിച്ചെത്തുന്ന രീതിയിലേക്കുള്ള പ്രൊഡക്റ്റ് അവതരിപ്പിക്കുമ്പോൾ എഴുത്തുകാരന് ഒരിക്കലും
ഖസാക്കിൻ്റെ ഇതിഹാസവും രണ്ടാം ഊഴവും അല്ലെങ്കിൽ ഇനി ഞാൻ ഉറങ്ങട്ടെയും ഒക്കെ മാത്രം എഴുതി ജീവിക്കുന്ന ഒരു കാലം അപ്രസക്തമായി. കാരണം ഞങ്ങൾക്ക് പുതിയ ജനറേഷനെ നോക്കണം, പുതിയ ജനറേഷനിലെ ഏറ്റവും പുതിയ വായനക്കാരുടെ പൾസ് അറിയണം. പക്ഷേ ഞാൻ മാബിനി എഴുതിയത് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ആ പുസ്തകം ഉണ്ടാവാൻ കാരണം കേരളത്തിൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ടാവുന്ന വേദന, ഒരുപക്ഷെ ആരും ഇതേവരെ അടയാളപ്പെടുത്താത്ത ഒരു വേദനയാണ്. അതാണ് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയത്. അതേപോലെ എൻ്റെ തീന്മേശ കുറിമാനം എന്ന് പറയുന്ന പുസ്തകം, അത് ഇന്ത്യ മുഴുവൻ നടന്നപ്പം എനിക്ക് കിട്ടിയ ചില ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങളാണ്. ഭക്ഷണ വിഭവങ്ങളുടെ ഒരു കുക്കറി പുസ്തകമല്ല അത്, മറിച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ ഒരു ചരിത്രമുണ്ട്, അയാളുടെ രൂപപ്പെട്ടു വന്ന അയാളുടെ പിന്നീടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊരു പുസ്തകമാക്കിയാൽ എന്ന് തോന്നിയപ്പോഴാണ് മനോരമയ്ക്ക് ആ ആശയം ഇഷ്ടപ്പെടുകയും ഇത് പുസ്തകമാക്കി മാറ്റുകയും ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ന് മലയാളത്തിൽ ഇറങ്ങുന്ന 95% പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ജോണറിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുസ്തകമാണെങ്കിൽ മാത്രമേ അതിനൊരു പോപ്പുലർ റീഡ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എഴുത്തുകാർ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വായനക്കാർ, എനിക്കൊന്നും പഴയ തലമുറയിലെ വായനക്കാർക്ക് ഒരുപക്ഷേ അവർക്ക് ചില നല്ല കൂടിയ ഉയർന്ന സാഹിത്യം വേണമെന്നുള്ള ആ ഒരു ഭാരം കൂടി ഞങ്ങളുടെ തലയിലുണ്ട്. അതുകൊണ്ട് എഴുത്തുകാരൻ ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് എല്ലാ തരത്തിലുള്ള ആളുകളെയും സംതൃപ്തിപ്പെടുത്തുന്നത് പോലെ എഴുതണം. അതിൽ ദേശത്തെക്കുറിച്ച് എഴുതണം, കാലത്തെക്കുറിച്ച് എഴുതണം, പടയണിയെക്കുറിച്ച് എഴുതണം, കാലഘട്ടത്തിൽ ഇപ്പം പത്തനംതിട്ടയെക്കുറിച്ച് എഴുതണം, അവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതണം, മുടിപ്പേച്ചിനെക്കുറിച്ച് എഴുതണം, അതിൽ ചില ഒരുപക്ഷെ ഏതെങ്കിലും വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് എഴുതേണ്ടി വരും. അങ്ങനെ പല തരത്തിലുള്ള, ഇപ്പോൾ ട്രൈലോജി വരെ, ഇപ്പം രവിവർമ്മ ചേട്ടൻ്റെ ചില പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഭയങ്കരാമുടി, മുടിപ്പേച്ച്, അതിനുശേഷം ഇരുമുടി, ഈ 3 പുസ്തകങ്ങളും ഒരു ട്രൈലോജിയാണ്. അത് മലയാളത്തിലെ വായനക്കാർക്ക് അറിയത്തില്ല. ശ്രീ M. മുകുന്ദൻ്റെ കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ, ഇങ്ങനത്തെ ട്രൈലോജികൾ മലയാളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കാപ്പ സിനിമ കണ്ടവരല്ലേ? കാപ്പ സിനിമ കണ്ടവർ എത്ര പേരുണ്ട്? ഇപ്പോൾ പല സിനിമകൾ, ഓസ്ലർ സിനിമകൾ കണ്ടവർ, കോൾഡ് കേസ് കണ്ടവർ, പോട്ടെ ലൂസിഫർ കണ്ടവരല്ലേ? ലൂസിഫറിൻ്റെ എൻഡിൽ എന്താ സംഭവിക്കുന്നത്? ലൂസിഫറിൻ്റെ എൻഡിൽ അടുത്ത എഡിഷൻ എമ്പുരാൻ വരുമെന്നുള്ള സൂചന നൽകിയിട്ടല്ലേ പുസ്തകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരൻ കൂടെ സെലക്റ്റീവ് ആവണം. എൻ്റെ അടുത്ത പുസ്തകം വരുന്നു എന്ന് പബ്ലിഷിംഗ് ഹൗസിനോട്, വായനക്കാരനോട് പറയുന്ന രീതിയിലേക്ക് ട്രൈലോജി പ്ലാൻ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എഴുത്തുകാരൻ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ എഴുത്തുകാരൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതല്ല ഇക്കാല വായനയെ സ്വാധീനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വായനക്കാരൻ എത്രമാത്രം ബ്രില്യൻ്റ് ആണ് എന്ന് എഴുത്തുകാരൻ ബോധവാനാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഴുത്തുകാരൻ്റെ ഒരു കാലത്തെ ഒരു ധാരണ, എഴുത്തുകാരൻ ഏതാണ്ട് അപ്രമാദിത്വമുള്ള വലിയ ഏതോ ഉയരത്തിലിരിക്കുന്ന ഒരാളാണ്, മറ്റേ എന്താ ഒരു വായനക്കാരൻ വലിയ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള മട്ടിൽ എഴുത്തുകാർ പെരുമാറിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇക്കാലത്ത് മിക്കവാറും എഴുത്തുകാർ തിരിച്ചറിയുന്നുണ്ട്, എഴുത്തുകാരെക്കാട്ടിലും വളരെയേറെ എന്താ പറയണ്ടേ, ബോധവാന്മാരാണ്, ക്രിയേറ്റീവാണ്, അനുഭവസ്ഥരാണ്, ജഡ്ജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് വായനക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാലത്ത് വായന പൂർത്തിയാകുന്നത് എഴുത്തുകാരൻ്റെ എഴുത്തുകൊണ്ട് മാത്രമല്ല, എഴുത്തുകാരൻ്റെ ഓർമ്മ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും പോലെ തന്നെ എഴുത്തുകാരൻ്റെ അനുഭവം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും തന്നെ എഴുത്തുകാരൻ്റെ ചരിത്രബോധം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും തന്നെ വായനക്കാരൻ്റെ ഓർമ്മ, വായനക്കാരൻ്റെ അനുഭവം, വായനക്കാരൻ്റെ ചരിത്രബോധം ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം കാണാപ്പുറങ്ങളാണ്. ഇത് രണ്ടും മാത്രമല്ല, ഒരു കൃതിയിലെ കഥാപാത്രത്തിൻ്റെ ഓർമ്മയും ആ കഥാപാത്രത്തിൻ്റെ അനുഭവവും ആ കഥാപാത്രത്തിൻ്റെ ചരിത്രബോധവും ഒക്കെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ എഴുത്ത് നടക്കുന്ന ദേശം, എഴുത്തിൽ പരാമർശിക്കുന്ന കാലം, ഇതൊക്കെ ആ എഴുത്തിൻ്റെ ബ്രില്യൻസ് കൂട്ടുന്നുണ്ട്. വളരെ അടിസ്ഥാനപരമായ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ അതേപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് മലയാളത്തിലെ സാഹിത്യത്തിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത് മലബാറോ നിളാനദിയുടെ തീരങ്ങളോ ആയിരുന്നു. മാർത്താണ്ഡവർമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരവും കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ജീവിക്കുന്ന പത്തനംതിട്ടയൊന്നും സാഹിത്യത്തിൽ അങ്ങനെ അങ്ങ് കയറി വന്നിട്ടില്ല. ഓണാട്ടുകരയൊക്കെ ഉണ്ട്, പാറപ്പുറത്തെ പത്മരാജനൊക്കെ ഉള്ളതുകൊണ്ട് ഓണാട്ടുകരയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പത്തനംതിട്ട എന്ന് പറയുന്ന അവിടെ ചെന്ന് നിന്ന ഭൂമിയുടെ അങ്ങേയറ്റമാണെന്ന് തോന്നുന്ന ഒരു പ്രത്യേക പ്രദേശമാണ്. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം. അവിടെ സാഹിത്യമുണ്ട്, കലയുണ്ടെന്നൊന്നും, പടയണിയുണ്ട്, കടമനിട്ടേ അറിയാം, അല്ലാതെ ആരെയും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഞാൻ കഥ എഴുതി തുടങ്ങുന്നത്. അപ്പം പലരും വല്ലാതെ പരിഹസിക്കുമായിരുന്നു, നിങ്ങളുടെ ഈ പത്തനംതിട്ട ഭാഷ അത് ഒരു സുഖമില്ല എന്ന് പറയായിരുന്നു. പിന്നീടാണ് ആ ഭാഷയിൽ ബെന്യാമിൻ അതിന് ശേഷമല്ല, അതിനു മുമ്പ് തന്നെ എഴുതുമായിരുന്നു. പക്ഷേ ബെന്യാമിൻ
കൂടുതൽ പോപ്പുലറായതും ബെന്യാമിൻ്റെ എഴുത്ത് കൂടുതൽ ആളുകൾ സ്വീകരിച്ചതുമൊക്കെ ഞാൻ ഈ പറയുന്ന കാലഘട്ടത്തിന് ശേഷമാണ്. ജേക്കബ് എബ്രഹാം, ഒട്ടേറെ എഴുത്തുകാർ ഇപ്പോൾ പത്തനംതിട്ടയിലുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശം, അവിടുത്തെ ഭാഷ മാറ്റി നിർത്തപ്പെട്ട കാലത്തു നിന്നും സ്വീകരിക്കപ്പെടുന്ന കാലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എഴുത്തിൽ വരുന്ന ദേശവും കാലവും ഒക്കെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട്, വായനക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. സ്വീകരിക്കപ്പെടാത്ത പ്രദേശങ്ങളും സ്വീകരിക്കപ്പെടാത്ത സംസ്കാരങ്ങളും അതേവരെ സ്വീകരിക്കപ്പെടാത്ത ജനതതികളും എഴുത്തിലൂടെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നിയത് ജേക്കബിനും ആ കാര്യത്തിൽ പറയാനുണ്ടാവും തോന്നുന്നു. നമുക്ക് പ്രത്യേകിച്ചും വായനയിൽ പലപ്പോഴും ഈ പറയുന്ന പോലെ ദേശകാലങ്ങളെ അടയാളപ്പെടുത്തിയ വായനകൾ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ജപ്പാനിലെ ഹരിഗു മുറഗാമിയുടെ ഒരു നോവൽ, ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ സംഭവിക്കുന്ന ഒരു നോവൽ നമ്മൾ ഇവിടെ ഇരുന്ന് വായിക്കുന്നു. നമ്മൾ കോഴിക്കോടോ തിരുവനന്തപുരത്തോ കോട്ടയത്തോ ഇരുന്ന നോവൽ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പോയിട്ടില്ലാത്ത ടോക്കിയോ നഗരം നമ്മുടെ വായനയിലേക്ക്, നമ്മുടെ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആ നഗരം വരും. അതുപോലെ തന്നെ പല കൃതികളും, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ അവാർഡ് നേടിയ ഹാൻഗാങ്ങിൻ്റെ നോബൽ സമ്മാനം നേടിയ കഥ നടക്കുന്നത് കൊറിയയിലാണ്. ഈ കൊറിയയിൽ നമ്മൾ ആരും പോയിട്ടില്ല, പക്ഷേ ഈ കൊറിയയിൽ നടക്കുന്ന കഥ, അതിൻ്റെ കഥാസന്ദർഭം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പം എനിക്ക് തോന്നുന്നു ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന കാണാപ്പുറങ്ങൾ, കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് അവൻ്റെ മനസ്സിൽ, ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു അപാരമായ സ്റ്റോറേജ് ആണെന്നാണല്ലോ പറയുന്നത്. കാരണം ഇതിലെല്ലാം കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ മനോജ് കുറൂറിൻ്റെ നിലംപൂത്ത് മലർന്ന നാൾ എന്ന കൃതി വായിക്കുമ്പോൾ അതിനകത്ത് അത് പഴയ സംഘകാല സാഹിത്യത്തിൻ്റെ സ്പർശമുള്ള രചനയാണത്. അതിലേക്ക് ചെല്ലുമ്പം ഏതോ ഒരു പഴയ കാലത്തേക്ക് നമ്മുടെ വായനക്കാരൻ പെട്ടെന്ന് തന്നെ കടന്നെത്തും. അപ്പോൾ എഴുത്തുകാരനൊപ്പം തന്നെ വായനക്കാരനും ഇതിൽ ഈ റീഡിങ്, ഈ വായന എന്ന പ്രക്രിയയിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ട്. അതിൽ കഥയുടെ കാണാപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഈ എഴുത്തുകാരൻ്റെ മനസ്സ് ഈ വായനക്കാരൻ പലപ്പോഴും പിടിച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ കൾട്ട് കൃതികളിലൊന്നായ ഖസാക്കിൻ്റെ ഇതിഹാസം, അവിടേക്ക് ഒരു തീർത്ഥാടനം പോലെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടെ സഞ്ചരിക്കുമ്പോൾ പിച്ച മുല്ലക്കട വീടാണെന്നും അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൂടെ എല്ലാം അവർ കടന്നു പോകുന്നു. അതുപോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരൻ മയ്യഴിപ്പുഴ കാണാനായിട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു കൃതി നമ്മളെ വായനക്കാരെ സ്വാധീനിക്കുമ്പോൾ ആ കൃതി സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാൻ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു പോയിന്റ് പറയാം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അതായത് കുട്ടനാടിൻ്റെ കഥാകാരൻ ആരാണ്? തകഴി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയതിന് ശേഷം ദൂരദർശൻ ചെയ്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത നോവൽ എന്തായിരിക്കണം, മരണത്തിന് തൊട്ട് മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത നോവൽ എന്തായിരിക്കണം എന്ന് അഭിമുഖകാരൻ ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം എന്താണെന്നറിയോ? തകഴി എഴുതാതെ പോയ ഒരു നോവലുണ്ട്. ആ നോവലിൻ്റെ തീം കുട്ടനാടല്ല, കേരളമല്ല, മറിച്ച് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ഒരു നോവൽ എഴുതണമെന്നായിരുന്നു തകഴി ശിവശങ്കരപിള്ള മരിക്കുന്നതിന് മുമ്പേ ആഗ്രഹിച്ചിരുന്നത്. ലിപിൻ രാജ് പറഞ്ഞ ആ പോയിന്റ് കൊണ്ട് എനിക്കൊന്ന് ഈ സെഷൻ തീർക്കാനായി എന്നും പറഞ്ഞ് നോട്ടീസ് കിട്ടി. അതായത് ഒരു കാര്യം എനിക്ക് ഇപ്പം ഞങ്ങൾ മൂന്നുപേരും പറഞ്ഞാലും നിങ്ങൾ കേട്ടതെന്നും പറയാനുള്ള പുസ്തകങ്ങളൊന്നും എഴുത്തുകാരനിൽ പൂർണ്ണമാവുന്നില്ല. വായനക്കാരനും എഴുത്തുകാരനും പിന്നീട് കാലവും ചേർന്നാണ് ഓരോ കൃതിയും പൂർണ്ണമാക്കുന്നത് എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഫാഗ് എൻഡിൽ എന്തെങ്കിലും രണ്ട് വാചകം പറയാനുള്ളത്. ഇനി ഇവിടെ കേട്ടിരുന്ന ആളുകളിലെ 2 പേർക്ക് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞതിനെക്കുറിച്ചാണ് അങ്ങനെ ചോദിക്കാം, അല്ല പൊതുവായിട്ടുള്ളൊരു സംശയമാണ് ചോദിക്കാം. ചോദ്യവും ഉത്തരവും പെട്ടെന്ന് തീർക്കണം, ഇല്ല ഞങ്ങളെ ഇവിടെ നിന്ന് തട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് 2 ചോദ്യം. ഹലോ, ഈ മലയാള സാഹിത്യം ഈ നോവൽ കഥ രംഗത്ത് നിന്ന് കുറേശ്ശെ മാറി യാത്രാവിവരണം അതുപോലെയുള്ള ജീവിത ആഖ്യാനങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഒരു ട്രെൻഡ് നിലവിലുണ്ടല്ലോ. അത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏത് കാലത്തും ആ കാലം ആവശ്യപ്പെടുന്ന സാഹിത്യ രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് കവിത മാത്രമായിരുന്നു. കവനകൗമുദി എന്ന് പറയുന്ന പത്രം പരസ്യം അടക്കം കവിതയിലായിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കടുക് വേണം, ഉള്ളി വേണം എന്ന് പറഞ്ഞ് പലചരക്കുകാരൻ്റെ കടയിലെ കുറിപ്പ് കൊടുക്കുന്ന കവിതയിലായിരുന്നു. ഇത് കാലം മാറി. അത് അനുഭവങ്ങൾ, ജീവിതങ്ങൾ, നോവല്, കഥ അതെല്ലാം കടന്ന് ഇപ്പോൾ ഓരോ വ്യക്തിയും ഓരോ പ്രസ്ഥാനമാണ്. ഒരാൾക്കും മറ്റൊരാളെ സ്വാധീനിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വ്യക്തികൾ പ്രസ്ഥാനമാകുമ്പോൾ വ്യക്തികളുടെ അനുഭവങ്ങൾ, വ്യക്തികളുടെ ഓർമ്മകൾ, വ്യക്തികളുടെ യാത്രാക്കുറിപ്പുകൾ അത് വരും. അത് ജനങ്ങൾ ഏറ്റെടുക്കും വായിക്കാൻ കൊള്ളാമെങ്കിൽ. അതുകൊണ്ട് നല്ല ട്രെൻഡാണ്. നിരന്തരം അനുഭവങ്ങൾ എഴുതിയാൽ ആളുകളും മടുക്കും.
ഒരാൾക്ക് ഒരു കുറഞ്ഞ വയസ്സിൽ ഇത്രയധികം അനുഭവങ്ങളെ ഉണ്ടാവാനിടയുള്ളൂ. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് മനസ്സിലാവും, ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ ഫേസ്ബുക്ക് സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അബ്ബാസിൻ്റെ പുതിയ പുസ്തകം വന്നു. അബ്ബാസിൻ്റെ തന്നെ അനുഭവങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പല മാഗസിനുകളിലും പുസ്തകങ്ങളായിട്ടും വരുന്നുണ്ട്. പക്ഷേ ഇതൊരു വേൾഡ് ലിറ്ററേച്ചറിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജോണറാണ്. അതൊരു ബയോഗ്രഫി. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ആദ്യത്തെ പുസ്തകം മാതൃഭൂമി ബുക്സ് ഇറക്കിയ പാഠം ഒന്ന് ആത്മവിശ്വാസമാണ്. അതെനിക്ക് എങ്ങനെ സിവിൽ സർവീസ് കിട്ടി, ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണക്കാരൻ ബ്യൂറോക്രസിയോട് എങ്ങനെയാണ് യുദ്ധം ചെയ്ത് സിവിൽ സർവീസിൽ എത്തിയെന്നുള്ളൊരു അനുഭവ കഥയാണ്. പക്ഷേ ആ അനുഭവം മാത്രം എഴുതിക്കൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളുടെ സർഗാത്മകത പറ്റിപ്പോകും. നമ്മൾ ബാക്കിയുള്ള ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറിച്ച് ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് GR ഇന്ദുകുമാരനെ നോക്കുക. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകം ഒരു തസ്കരൻ മണിയമ്പിള്ളയുടെ ആത്മകഥയാണ്, ഒരു കള്ളൻ്റെ ആത്മകഥയാണ്. ഒരു ക്യൂരിയോസിറ്റിക്ക് അപ്പുറം ഒരു കള്ളനെക്കുറിച്ച് ആത്മകഥ എഴുതിയ GR ഇന്ദുഗോപൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് 1400കളിലെ കഥ പറയുന്ന ആനോ, ഒരു ആനക്കുട്ടിയെ ഇറ്റലി പോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന നോവൽ വരെ, ബൃഹത്തായ 595 പേജുള്ള ബൃഹത്തായ ഒരു ദാർശനിക നോവൽ വരെ എഴുതുന്ന രീതിയിലേക്ക് സ്വയം വിപുലപ്പെടുത്തി. അപ്പം അനുഭവങ്ങൾ മാത്രം എഴുതിയത് കൊണ്ട്, ഇപ്പം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എഴുതിയത് കൊണ്ട് മാത്രമല്ലല്ലോ അവരെ ആളുകൾ അറിയുന്നത്. അവരുടെ ഇഷ്ടം പോലെ മനോഹരമായ ചെറുകഥകൾ, അവരുടെ നോവലുകൾ, അങ്ങനെ ബൃഹത്തായ ഒരു സാഹിത്യ സബരിയെ സൃഷ്ടിക്കുവാനുള്ള, ഇറങ്ങി വരുവാനുള്ള ഒരു മുഖപ്പോ അല്ലെങ്കിൽ ഒരു കിളിവാതിലോ മാത്രമാണ് അനുഭവങ്ങളുടെ എഴുത്ത്. മറിച്ച് അനുഭവങ്ങളെ എഴുതി വിൽക്കുക എന്നുള്ളത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണെന്ന് മാത്രം. ഞാൻ പട്ടാളം, ഒരുവൻ, കലികാലം സിനിമയുടെയൊക്കെ തിരക്കഥാകൃത്താണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ശ്രീ ലിബിൻ സൂചിപ്പിച്ച കാര്യത്തോടാണ്. കാരണം ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ചരമക്കോളമുള്ള പത്രം ഇറങ്ങുന്നത്. വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. റഷ്യയിലുണ്ട് എന്നിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. അതൊരു ഭാഷാ പഠനത്തിലുള്ളതെങ്കിലും ആയിരിക്കാം. ഞങ്ങളൊക്കെ ഇത് നോക്കുന്നത് ചരമ പേജ്. അപ്പം എനിക്ക് പറയാൻ പറ്റിയില്ല ചോദിച്ചപ്പോൾ, ഈ പേരുകൾ കിട്ടാനാണ്. വിചിത്രമായ പല പല ജില്ലക്കാരെയും പല ജാതി മത വിഭാഗങ്ങളുടെ കഥാപാത്രങ്ങൾ. ഇതേ അഭിപ്രായം തന്നെ GR ഇന്ദുഗോപൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ നിഷാദും പറഞ്ഞു. പുള്ളി ചരമ പേജ് എല്ലാ ദിവസവും വായിക്കും. കഥയ്ക്കും നോവലിലും അത് എഴുതുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പേരിടാൻ ഈ ചരമ പേജുകൾ സഹായിക്കാറുണ്ട്. മറ്റൊരു ചോദ്യം ആയിട്ടെടുക്കുക, അല്ലെങ്കിൽ അഭിപ്രായമായിട്ട് എടുക്കുക. നമ്മളിപ്പോൾ ഈ കച്ചവടത്തിൻ്റെ പറഞ്ഞ പുസ്തക പ്രസാധനത്തിൻ്റെ കച്ചവട താല്പര്യം കൂടി വരുന്നിടത്താണോ ഈ വിവാദങ്ങൾ? ഇപ്പം മീശ പോലെയൊക്കെ സമീപകാലത്തൊക്കെ ചില വിവാദങ്ങൾ, മീശ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പല പല കഥാകൃത്തുകൾ എഴുതുന്ന സൃഷ്ടികളിലും ഇത്തരം വിവാദങ്ങൾ ഉൾച്ചേർക്കുന്നത് ഈ കഥയുടെ കാണാപ്പുറങ്ങളിൽ അതൊരു ഘടകമായിട്ട് ആധുനിക കാലത്ത് വന്ന് ഭവിച്ചിട്ടുണ്ടോ എന്നതാണ്. മുമ്പ് ജേക്കബ് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് വായനക്കാരെന്ന് പറയുന്നത്. 3 കോടി ജനത്തിൽ 1 ലക്ഷം വായനക്കാരുള്ളിടത്ത് ആണ് ഈ വിവാദം സംഭവിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ സാഗൂതം വളരെ കൃത്യമായിട്ട് ലിറ്റററി സർക്യൂട്ടുകളെ അല്ലെങ്കിൽ ലിറ്റററി ഫിഗേഴ്സിനെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് വിവാദത്തെ പറ്റി അറിയുന്നത്. ഇപ്പം മീശ വിവാദത്തെക്കുറിച്ച് ഇവിടുത്തെ ഒരു ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിച്ചാൽ അയാൾക്കൊരു പക്ഷേ മീശ എന്താണെന്നോ അതിൻ്റെ കഥാപാത്രങ്ങൾ എന്താണെന്നോ അറിയില്ല. അപ്പം ഏതാനും ചില വിവാദങ്ങൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അത് എഴുത്തിനെ കുറച്ചുകൂടെ സജീവമാക്കും. ഇപ്പം മീശ വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനും JCB പ്രൈസിൻ്റെ കൺസിഡറേഷൻ ലിസ്റ്റിൽ വരാനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം അതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത്തരമൊരു വിവാദം ഉണ്ടാക്കിയിട്ടാണ് ആ പുസ്തകം വിറ്റത്. ആ പുസ്തകത്തിൻ്റെ മെറിറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ബഷീറിൻ്റെ ശബ്ദങ്ങൾ ഇറങ്ങിയ കാലത്ത് അത് വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു പുസ്തകമായിരുന്നു. പക്ഷേ ഇന്ന് ആരെങ്കിലും ശബ്ദങ്ങൾ വായിച്ചിട്ട് ഈ കാലഘട്ടത്തിൽ ശബ്ദങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന പുസ്തകം വെച്ചാൽ ഇന്നതൊരു കോൺട്രവേഴ്സി അല്ല. ഒരു കാലഘട്ടത്തിൽ കോൺട്രവേഴ്സിയായി വിൽക്കപ്പെട്ട ഒരു പുസ്തകം പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഒരു സാധാരണ പുസ്തകമായി മാറ്റപ്പെടും. മീശ ഇന്നത്തെ കാലത്ത് വിവാദമായിരിക്കാം, പക്ഷേ ഒരു 4 ജനറേഷൻ അപ്പുറം മീശ വായിക്കുമ്പോൾ അതൊരു വിവാദമേ അല്ലായിരിക്കും. സോ വിവാദങ്ങൾ ഒരു പരിധിവരെ അക്കാലത്തെ പുസ്തകങ്ങളെ ശ്രദ്ധിക്കപ്പെടുമെങ്കിലും പുസ്തകത്തിൻ്റെ മെറിറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വായനക്കാരിലൂടെ പരാമർശിക്കണം, അവാർഡ് കിട്ടപ്പെടണം. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ DC ബുക്സ് ഇറക്കിയ ഒരു പുസ്തകത്തിന് അടുത്ത കാലത്ത് ആ പുസ്തകം നല്ല രീതിയിൽ വിറ്റ് വരികയായിരുന്നു. അതിന് പത്മരാജൻ പുരസ്കാരവും നൂറനാട് ഹനീഫ് അവാർഡും കിട്ടി. അതോടുകൂടി ആ പുസ്തകത്തിൻ്റെ വിൽപ്പന താഴോട്ട് പോയി. അപ്പോൾ അവാർഡ് ചിലപ്പോൾ കിട്ടുമ്പം നിങ്ങളുടെ പുസ്തകത്തിൻ്റെ വിൽപ്പന കുറയാനേ ഇടയുണ്ട്. കാരണം അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവാർഡ് സിനിമ പോലെയാണ്. പിന്നെ ഈ പുസ്തകം, അത് ലിബിൻ പറയുന്നത് പഴയ അനുഭവമാണ്. പണ്ട് അവാർഡ് കിട്ടിയാൽ ആ പുസ്തകം നമ്മുടെ പിടിയിലല്ലെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോൾ എഴുത്തുകാർ അവാർഡിന് വേണ്ടി ഓടി നടക്കുക. കാരണം ഒരു അവാർഡ് കിട്ടിയാൽ, ഒരു വിവാദമുണ്ടായാൽ ആ പുസ്തകം വിൽക്കും, കൂടുതൽ വിൽക്കും. പബ്ലിഷർക്ക് എളുപ്പമാണ്. കാരണം ഈ ചെന്ന് ചോദിക്കുന്നത്
നമ്മളിപ്പോൾ എല്ലാ പുസ്തകത്തിൻ്റെയും ബ്ലർബ് വായിച്ചിട്ടും അതിൻ്റെ കണ്ടന്റ് വായിച്ചിട്ടും ചേട്ടാ അങ്ങനെയല്ല, അല്ല, ഒരു അതായത് minute. മാർഗരീറ്റയും റാം കെയർ ഓഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടും കൂടി ഇരിക്കുമ്പം ആളുകൾ നോക്കുമ്പോൾ മാർഗരീറ്റയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് വേണ്ട, റാം കെയർ ഓഫ് ആനന്ദി എടുക്കാം. കാരണം അത് നല്ല പുസ്തകമാണ്, അത് നല്ലപോലെ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ്. ഞാൻ അടുത്ത കാലത്ത് കേട്ടു, റാം കെയർ ഓഫ് ആനന്ദി ഒരു കോളേജിലെ 2 കുട്ടികൾ ചേർന്ന് 2ആയിട്ട് മുറിച്ച് ഒരു പോർഷൻ ഒരാൾ വായിക്കുന്നു, മറ്റൊരാൾ മറു പോർഷൻ വായിക്കുന്നു. പണ്ട് രമണൻ ഇങ്ങനെ വായിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇത് റെപ്പറ്റീഷനാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതാത്തത് നമ്മളുടെയൊക്കെ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഒരാൾ ചേട്ടൻ കൈ പൊക്കിയിരുന്നു. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ വിവാദം ഉണ്ടാക്കിയിട്ടായാലും അവാർഡ് മേടിച്ചിട്ടായാലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അപ്രതീക്ഷിതമായ ഒരു ഉൽപ്പന്നം ഒരു പുസ്തകത്തിനുണ്ടായി എന്ന് കരുതി ആ പുസ്തകം ഭാഷയിലെ ഏറ്റവും മികച്ച പുസ്തകമൊന്നും ആയി മാറുകയില്ല. കുറേ കാലം കഴിയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ് അത് ആരെഴുതി എന്ന ആളുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതൊക്കെ താൽക്കാലികമായ ട്രെൻഡുകൾ മാത്രമാണ്. ഇപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, അതിന് അക്കാലത്ത് ഈ പറയുന്ന വലിയ അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇന്നുമുണ്ട്. അതേപോലെ വലിയ വലിയ മികച്ച കണ്ടൻറ്റ് കൊണ്ട്, ഡെപ്ത് കൊണ്ട്, ഉള്ളിലെ കനം കൊണ്ട് മികച്ച കൃതികൾ എത്ര വർഷം കഴിഞ്ഞാലും ഏതുതരം സംസ്കാരങ്ങൾ മാറി മറിഞ്ഞു വന്നാലും അത് സാഹിത്യത്തിലുണ്ടാവും, ഭാഷയിലുണ്ടാവും. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ഇപ്പോഴും ഉള്ളത്. ഇവിടെ കൈവക്കിയ ആ ബ്രദർ പോയോ? സർ, ജേക്കബ് സാറോടാണ്. സാർ അവസാനമായി സൂചിപ്പിച്ചൊരു കാര്യമാണ്, മറ്റേ എഴുത്തുകാരെ കൂടെ ആ എഴുതിയ ദേശങ്ങളിലേക്ക് ഒരു യാത്ര പോകുന്നു. ഇപ്പം KR മീരയുടെ ആരാച്ചാർ എഴുതിയ ആ കൊൽക്കത്ത നഗരങ്ങളിലേക്ക് ഒരു യാത്ര, ആ ഇടങ്ങളിലേക്കൊക്കെ. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ കണ്ടു M മുകുന്ദൻ സാറെ വെള്ളായണി കല്ല് നേരിട്ട് കാണാൻ വേണ്ടി എഴുത്തുകാരൻ്റെ കൂടെ ഒരു യാത്ര. അപ്പം ഞാൻ പറയുന്നത് ഒരു കാലം മാറുന്ന, നമ്മൾ അനുഭവിച്ചറിയുന്ന ആ ദേശങ്ങളെക്കുറിച്ച് നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു മനസ്സിലുണ്ടാവുന്ന ഉണ്ടാവും. അതുപോലെ മാറ്റം വരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരുപാട് വർഷത്തിന് ശേഷം കാണാൻ പോകുമ്പോഴേ ആ വായിച്ചിരുന്ന അനുഭവവും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? അത് വായനക്കാരെന്ന നിലയിൽ നമ്മളെങ്ങനെ ബാധിക്കുന്നു? അതുപോലെ ഈ ഒരു യാത്രയെക്കുറിച്ച് സാറുടെ അഭിപ്രായം എന്താണ്? ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും. അപ്പം CV രാമൻപിള്ളയുടെ കൃതികൾ, ധർമ്മരാജ, മാർത്താണ്ഡവർമ്മ എല്ലാവർക്കും അറിയാവുന്ന കൃതികളാണ്, നോവലുകളാണ്. ഇപ്പോഴും തിരുവനന്തപുരത്തൂടെ നടന്നു പോകുമ്പോൾ അത് 19ാം നൂറ്റാണ്ടിലൊക്കെ നടന്ന കഥകളാണ്. ധർമ്മരാജ, എട്ടുവിട്ടൽ പിള്ളമാരും ഒക്കെ നടന്ന വഴികളും. പക്ഷേ ഇപ്പോഴും നമുക്ക് തിരുവനന്തപുരത്തൂടെ നമ്മൾ ആ ഒരു കൃതിയുടെ മനസ്സും വെച്ച് ആ നോവലിലെ ചന്ദ്രക്കാരനും ആ കഥാപാത്രങ്ങളുടെ മനസ്സുമായി നമ്മൾ നടന്നു പോയാൽ ഇപ്പോഴും നമുക്ക് കുതിരക്കുളമ്പടികളും ആ പഴയ കെട്ടിടങ്ങളൊക്കെ, തിരുവിതാംകൂറിലെ പഴയ കൊട്ടാര വഴികളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് അതിലെ കഥാപാത്രങ്ങൾ ഇറങ്ങി വരുന്നതായിട്ടും അവിടെ നിന്ന് സുഭദ്ര നോക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് തോന്നാം. അത് ഒരു എഴുത്തുകാരൻ്റെ ലാൻഡ്സ്കേപ്പിലൂടെ, ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ചു വെച്ച ഭൂപ്രകൃതിയിലൂടെ വായനക്കാരൻ ഒരു മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്ന യാത്രയാണ്. അപ്പം അങ്ങനെ ആ രീതിയിൽ ഇപ്പം കോഴിക്കോടിനെ എടുക്കാം. SK പൊറ്റക്കാട് എഴുതിയത് നാടാണ്. അതുപോലെ തന്നെ MD എഴുതിയ പല കഥകളിലും ഈ നഗരം വരുന്നുണ്ട്. ആ MDയുടെ ഒരു നോവൽ വായിച്ച അല്ലെങ്കിൽ ഒരു കഥ വായിച്ച മനസ്സുമായി കോഴിക്കോട് നഗരത്തിലൂടെ നിങ്ങൾ നടന്നു പോയാൽ നിങ്ങൾ പലപ്പോഴും ആ കഥാപാത്രത്തെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കാം. എഴുത്തിൽ ഒരു നോവലിസ്റ്റിൽ നിന്ന്, ഒരു എഴുത്തുകാരിൽ നിന്ന് വായനക്കാരിലേക്ക് സംക്രമിക്കുന്ന ഈ ഒരു പാരസ്പര്യമാണ് ശരിക്കും കഥയുടെ കാണാപ്പുറം. നമ്മൾ അതിനപ്പുറത്തേക്ക് ഇതൊരു ക്രിയേഷനാണ്. എഴുത്തുകാരൻ അപ്പുറത്തേക്ക് വായനക്കാരൻ തന്നെ ഒരു നമ്മൾ അതാണല്ലോ വായനയുടെ ഏറ്റവും വലിയ ക്രിയേറ്റർ എന്നാണ്. ഒരു സ്വയം മറ്റൊരു സൃഷ്ടാവായി മാറുകയാണ് വായനക്കാരൻ. എഴുത്തുകാരനെ പോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട്, വളരെ സർഗശേഷിയുള്ള ഒരു സൃഷ്ടാവ് തന്നെയാണ് വായനക്കാരനും. അപ്പോഴാണ് നമ്മൾ ഖസാക്കി ചെല്ലുന്നതും കോഴിക്കോടൻ നഗരങ്ങളിലൂടെ നടക്കുമ്പോൾ SK പൊറ്റക്കാടിൻ്റെ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ നമ്മൾ ഈ തെരുവോരങ്ങളിൽ കാണുന്നതും തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ നമ്മൾ CV രാമൻപിള്ളയുടെ പല കഥാപാത്രങ്ങളെ കാണുന്നതും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക്, ഒരു ദേശത്തേക്ക് നമുക്ക് ആ മുട്ടത്തുവർക്കിയുടെ ഇപ്പം പരാമർശിച്ച മുട്ടത്തുവർക്കിയുടെ പല കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് മധ്യ തിരുവിതാംകൂറിൻ്റെ പല മേഖലയിലും കാണാം. അതുപോലെ തന്നെ ഓണാട്ടുകരയിൽ പത്മരാജൻ സൃഷ്ടിച്ച പല കഥാപാത്രങ്ങളെയും കണ്ടെത്താം. അപ്പം ഒരു എഴുത്തുകാർ തകഴി സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ കുട്ടനാടിൽ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ എഴുത്തുകാരനൊപ്പം നമ്മൾ വായനക്കാരന് സഞ്ചരിക്കുന്നത് പുതിയ കണ്ടെത്തലുകളാണ്, പുതിയ അന്വേഷണങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹോർത്തൂസിൽ കോഴിക്കോട്ട് കടപ്പുറത്ത് കഥയുടെ കാണാപ്പുറങ്ങൾ എന്നുള്ള ഒരു സംസാരത്തിലായിരുന്നു നമ്മൾ 40 മിനിറ്റായിട്ട്. ഇനിയും ഞങ്ങളൊക്കെ എഴുതും, നിങ്ങളൊക്കെ വായിക്കും. നമ്മളെല്ലാവരും ചേർന്ന് തീരപ്രദേശത്തും ഇടനാട്ടിലും മലനാട്ടിലും കേരളത്തിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ വെച്ച് ഓരോരോ പുസ്തകങ്ങൾ പൂർത്തിയാക്കും.
അത് നമ്മൾ ഒന്നിച്ചാണ് പൂർത്തിയാക്കുന്നത്. ഞങ്ങൾ മാത്രമായിട്ടോ വേറെ ഏതെങ്കിലും 10 എഴുത്തുകാർ മാത്രമായിട്ടല്ല. മലയാളത്തിലെ മുഴുവൻ എഴുത്തുകാരും മുഴുവൻ വായനക്കാരും ചേർന്ന് പൂർത്തിയാക്കുന്ന പുസ്തകങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ കാണാപ്പുറങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.